നമസ്കാരം. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന്റെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കിയ YS ശർമ്മളയുടെ കരങ്ങൾക്ക് കരുത്തു പകരാൻ YSR കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രമുഖനായ നേതാവും ഗണ്ണവാരം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള YSR കോൺഗ്രസിന്റെ MLA-യുമായ കൊണ്ടേറ്റി ചിട്ടി ബാബു YSR കോൺഗ്രസ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. YSR കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രമുഖനായ നേതാവാണ് കൊണ്ടേറ്റി ചിട്ടി ബാബു. ഗണ്ണവാരം നിയോജക മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TDPയോട് ശക്തമായി പോരാടിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന നേതാവാണ് കൊണ്ടേറ്റി ചിട്ടി ബാബു. സംസ്ഥാനത്ത് YSR കോൺഗ്രസിന്റെ ജനകീയ നേതാക്കളിൽ ഒരാളായ കൊണ്ടേറ്റി ചിട്ടി ബാബു പാർട്ടി വിട്ടത് സംസ്ഥാനത്ത് ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിക്ക് കനത്ത തിരിച്ചടിയായി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പോൾ അടുത്തു നിൽക്കവേ സംസ്ഥാനത്തെ പ്രമുഖനായ നേതാവ് പാർട്ടി വിട്ടത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് YSR കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കിയത്. അതേസമയം YSR കോൺഗ്രസിന്റെ ശക്തരായ നിരവധി നേതാക്കൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് കോൺഗ്രസിൽ അംഗത്വമെടുത്ത MLA ചിട്ടി ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അടിത്തട്ട് മുതൽ ശക്തമാക്കിയ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പകരുന്ന നീക്കമാണെന്നുണ്ടായത്. ആന്ധ്രാപ്രദേശിലെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ YS ശർമ്മളയുടെ നേതൃത്വത്തിൽ ശക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഗണ്ണവാരത്തെത്തിയ YS ശർമ്മളയുടെ സാന്നിധ്യത്തിലായിരുന്നു ഗണ്ണവാരത്തിൽ നിന്നുള്ള YSR കോൺഗ്രസിന്റെ MLA-യായ കൊണ്ടേറ്റി ചിട്ടി ബാബു കോൺഗ്രസിൽ ചേർന്നത്. ഗണ്ണവാരത്തിൽ നിന്നും ചിട്ടി ബാബുവിന്റെ സ്വാധീനത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് YS ശർമ്മളയും കോൺഗ്രസ് നേതൃത്വവും. ആന്ധ്രാപ്രദേശിലെ കഡപ്പ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന YS ശർമ്മളയ്ക്ക് കഡപ്പ ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തമായ കോട്ടയായിരുന്ന കഡപ്പ ലോക്സഭാ മണ്ഡലം YS ശർമ്മളയിലൂടെ തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ്.